ഫെറിയുടെ പുറത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നതിൻ്റെ വേഗത നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ. വേൾഡ് വാർ 2-ൽ സിഡ്നി ഹാർബറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാനൻസും ബങ്കേഴ്സും ഒക്കെ ഉള്ള വാട്സൺ ബേ ബീച്ചിലോട്ടാണ് ഞങ്ങളീ പോകുന്നത്. ഇപ്രാവശ്യം കുറച്ച് ഫ്രണ്ട്സുമായിട്ടാണ്. സെൻട്രൽ സിഡ്നിയിൽ നിന്നും വെറും 20 മിനിറ്റ്സ് കൊണ്ട് ഫെറിയിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ കാം ആയിട്ടുള്ള ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പ്ലേസ്. അറൌണ്ട് $16 ആണ് ഫെറിയിൽ പോയി വരുന്നതിന്. പ്രൈവറ്റ് യാച്ചിനും സെയിലിംഗ് ബോട്ട്സിനും ഇടയിലൂടെയാണ് ഈ പോകുന്നത്. ഇവിടെ ഇറങ്ങി സൗത്ത് ഹെഡിലിരിക്കുന്ന ഹോൺബി എന്ന ഒരു ലൈറ്റ് ഹൗസ് എയിം ചെയ്താണ് ഈ നടക്കുന്നത്. അത്യാവശ്യം നടക്കാനുണ്ട്. നല്ല വെയിലാണേലും തണുത്ത കാറ്റടിക്കുന്നതുകൊണ്ട് അധികം ചൂട് ഫീൽ ചെയ്യുന്നില്ല. നടക്കുന്ന വഴിയൊക്കെ നന്നായിട്ട് കല്ലുകൾ പാകിയും വുഡൻ ഫ്ലോറും ഒക്കെ ഉള്ളതാണ്. പനോരമിക് ഓഷ്യൻ വ്യൂവും സിറ്റി സ്കൈലൈനും ക്ലിഫ് ടോപ്പ് വ്യൂവും സ്പാർക്ലിംഗ് വാട്ടറുള്ള സ്വിമ്മിങ്ങിനും കയാക്കിങ്ങിനും ഒക്കെ ഉള്ള ക്യാം കോവ് ബീച്ച് ഒക്കെ ഇവിടെയുണ്ട്. സിഡ്നിയിലെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഫിഷിംഗ് വില്ലേജ് ആണ് വാട്സൺ ബേ. സിഡ്നിയിൽ പണ്ട് യൂറോപ്യൻ സെറ്റിൽമെന്റിന് വന്ന ഫ്ലീറ്റിന്റെ ഫസ്റ്റ് ആങ്കറിംഗ് പോയിന്റ് ഇവിടെയായിരുന്നു. സിഡ്നിയിലെ ന്യൂഡ് ബീച്ച് ഇവിടെയാണുള്ളത്. ലേഡി ബേ ബീച്ച് എന്നാണ് വിളിക്കുന്നത്. ക്യാം കോവ് ബീച്ചിൽ നിന്ന് ഒരു ഇച്ചിരി മുകളിലോട്ട് ടുവാർഡ്സ് ഹോൺബി ലൈറ്റ് ഹൗസിലോട്ട് നടക്കുമ്പോൾ ഇച്ചിരി ഹിഡൻ ആയിട്ടാണ് ഈ ബീച്ച് ഉള്ളത്. സിഡ്നിയിലെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി പീസ്ഫുള്ളി എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണിത്. ഒരു 2 hours ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്യാം. വക്ലൂസ് ഹൗസും റോസ് ബേയും ബോണ്ടായി ബീച്ചും ഒക്കെയാണ് അടുത്തുള്ള ഐക്കോണിക് ലൊക്കേഷൻസ്.